ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാവ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഒരു ചീര പച്ചടി. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലും ചീര കൃഷി ഉണ്ടാകും. അങ്ങനെ ചീര കിട്ടാൻ വലിയ വിഷമം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ചീരയിൽ നിന്ന് ഒരു 2-3 തണ്ട് ചീര വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു കറിയാണ് ചീര പച്ചടി. അപ്പോൾ ഈ ചീര പച്ചടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിചാരിക്കും എന്താ ഈ പച്ചടി കുറേ തേങ്ങ അരക്കണോ, അങ്ങനെയാണോ? സാധാരണ പച്ചടി നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് അങ്ങനെയൊന്നും വേണ്ട. സാധാരണ തൈരും ചീരയും ബാക്കി കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ചീര പച്ചടി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചീര പച്ചടി ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ചീര തൈര് പച്ചടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചീര, പിന്നെ തൈര്, 2 കപ്പ് തൈര്. ഇതൊരു ഏകദേശം ഒരു 2 കപ്പ്, ഇങ്ങനെ അമർത്തി അളന്ന് 2 കപ്പ് ചീരയാണിത്. 2 കപ്പ് ചീരക്ക് 2 കപ്പ് തൈര്, പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്, കുറച്ച് കടുക്, ഉലുവ, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇത് കടുകും വറ്റൽമുളകും ഒക്കെ വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എണ്ണയും പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ചീര തൈര് പച്ചടി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചീര തൈര് പച്ചടി ഉണ്ടാക്കുക. ആദ്യം തന്നെ നമുക്ക് ചീര ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു ഇഡ്ഡലി തട്ടാണ്. എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവും നമ്മൾ ഇഡ്ഡലിയും അടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇഡ്ഡലി ചെമ്പ്. അതിൽ ഇതേപോലത്തെ പാത്രത്തിൽ ചീര ഇങ്ങനെ പൊടിയായി അരിഞ്ഞത് ആ പാത്രത്തിൽ അങ്ങ് താഴ്ത്തി വെക്കുക. എന്നിട്ട് അടക്കുക. ഒരു 5 മിനിറ്റ് ആവി വന്നാൽ മതി. അപ്പോഴേക്കും ചീര ഏകദേശം ഒരു വെന്തിട്ടുണ്ടാവും. മൂടി വെച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം ചീര വെന്തോ. ഓക്കെ, ചീരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈയൊന്നും പൊള്ളാൻ പാടില്ല. നല്ല ചൂടുണ്ടാവും. ഇങ്ങനെ ഒരു പാത്രം എടുത്ത് അവിടെ വെക്കാം. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ കടുകിട്ട് വറുത്തെടുക്കാം. ഫസ്റ്റ് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടുന്നുണ്ട്. ചൂടായ എണ്ണ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പൊട്ടുന്നത്. നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായാൽ മാത്രം കടുകിട്ടാൽ മതി. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ ഇടുക. നന്നായിട്ടൊന്ന് മൂക്കണത്. മൂത്ത് വന്നാൽ മാത്രം ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. ഈ സമയത്തൊക്കെ നിങ്ങൾ ഗ്യാസ് സിമ്മിലാക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. വറ്റൽമുളകെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന ആ ഒരു രീതി മതി. പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുക, ഇപ്പോൾ ഇടണ്ട. നല്ലൊരു മണം വരുന്നുണ്ട്, കണ്ടോ? ഉള്ളി ഒരു ട്രാൻസ്പാരൻറ്റ് പോലെ ആയിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച ചീര, നേരത്തെ വേവിച്ച് വെച്ച ചീര, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചീരേൻ്റെ തണ്ടാണത്. ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഇതിൻ്റെ പേര് പച്ചടി എന്നാണെങ്കിലും നമ്മളിതിൽ സാധാരണ പച്ചടിയിൽ ചെയ്യുന്ന പോലെ തേങ്ങ അരയ്ക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഗസ്റ്റൊക്കെ വന്ന ചീരയൊക്കെ ഉണ്ടെങ്കിൽ, ചീരയും തൈരും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എക്സ്ട്രാ കറി പോലെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങ ഇരാവോ അരക്കുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ നമ്മൾ ചെയ്യുന്നില്ല.
പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. സമയം വളരെ കുറച്ച് മതി ഇതിന്. അപ്പോൾ നന്നായിട്ട് എല്ലാം മിക്സ് ആവണം. ഉള്ളിയും ചീരയും പച്ചമുളകും ഒക്കെ മിക്സായി നല്ലൊരു മണം വരുന്നുണ്ട്. ചീരേൻ്റെയും ആ ഒരു ഉള്ളിൻ്റെ ഒക്കെ മണം വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വേറെ ബൗളിലേക്ക് നമുക്ക് മാറ്റണം. കാരണം ഇത് ചൂടാറണം. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ തൈരും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആ ഒരു സമയം മാത്രമേ ചേർക്കണ്ടൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റണം. ഈ ചീനച്ചട്ടി തന്നെ വെച്ചിരുന്നാൽ പെട്ടെന്ന് ഇത് ചൂടാറൂല. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് ബൗളിലേക്ക് തന്നെ, ചീര വെച്ച ബൗളിലേക്ക് തന്നെ ഞാനിത് മാറ്റുന്നതാണ്. ഈ ചീര നന്നായിട്ട് ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ എടുത്ത തൈര് കുറച്ച് കുറഞ്ഞു പോയി. അങ്ങനെ കുറഞ്ഞു പോയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചടിക്കെല്ലാം ആക്കുന്നത് പോലെ കുറച്ചും കൂടി എക്സ്ട്രാ തൈര് 1 സ്പൂണോ 2 സ്പൂണോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു അളവ്, പച്ചടീൻ്റെ ഒരു അളവ് പോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളെ അളവിനനുസരിച്ചിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഒന്ന് നോക്കണം. കറക്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചീരേൻ്റെ ഒരു ടേസ്റ്റും ഒരു തൈരിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് ഒരു വെറൈറ്റി രുചി. അപ്പം ഞാനിതിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ചീര തൈര് പച്ചടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. പിന്നെ ഒരു ടിപ്പ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിപ്പം ചീര കട്ട് ചെയ്യുമ്പം കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് പോയി. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഫൈനായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കമൻസും അതേപോലെ തന്നെയുള്ള സജഷൻസും ഒക്കെ എനിക്ക് അറിയിച്ചു തരാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ചീര പച്ചടി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കമൻസും അതേപോലെയുള്ള സജഷൻസും ഒക്കെ എനിക്ക് അയച്ചു തരാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.